സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വരുമാനമില്ലാത്ത വീട്ടമ്മമാർക്കായി ഏർപ്പെടുത്തിയ പ്രതിമാസ ധനസഹായം മുടങ്ങിയതിനെ ചൊല്ലി നിയമസഭയിൽ ഇന്ന് കടുത്ത ഭരണപ്രതിപക്ഷ പോര്. പദ്ധതി കഴിഞ്ഞ് 3 മാസമായി പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സഭയിൽ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ അംഗങ്ങളായ AC മൊയ്തീൻ, K രാജൻ, PK പ്രവീൺ എന്നിവരാണ് സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയം ഇതിനകം ബഡ്ജറ്റ് ചർച്ചയിൽ മറുപടി നൽകിയതാണെന്നും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര പ്രമേയത്തെ എതിർത്തു. ഇതോടെ സ്പീക്കർ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. മുൻ സർക്കാർ വലിയ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയെ പുതിയ UDF സർക്കാർ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ആഞ്ഞടിച്ചു. വൻകിടക്കാർക്ക് വേണ്ടി അതിവേഗത്തിൽ തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ പാവപ്പെട്ട വീട്ടമ്മമാരുടെ കാര്യത്തിൽ മാത്രം മനഃപൂർവ്വം കാലതാമസം വരുത്തുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ അംഗങ്ങളായ MC മൊയ്തീൻ, K രാജൻ, PK പ്രവീൺ എന്നിവർ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങളും വിയോജിപ്പുകളും താഴെ പറയുന്ന രീതിയിലാണ്. പദ്ധതിയുടെ തുടക്കത്തിൽ കൊണ്ടുവന്നതാണെന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്ക് മുനയൊടിക്കുന്ന മറുപടിയാണ് മുൻമന്ത്രി MC മൊയ്തീൻ സഭയിൽ നൽകിയത്. പദ്ധതി പെട്ടെന്നുണ്ടായ ഒരു പ്രഖ്യാപനമല്ല. 2025 ഒക്ടോബർ മാസത്തിൽ തന്നെ സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഫെബ്രുവരിയിലല്ല അതിന്റെ തുടക്കം. തികച്ചും കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ചിരുന്ന ഗ്രാമസഭകൾ വഴിയാണ് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഇതിൽ അട്ടിമറി നടന്നു എന്ന് പറയുന്നത് ജനപ്രതിനിധികളെ ആകെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പരാതികൾ പരിശോധിക്കുന്നതിന്റെ പേരിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിർത്തിവെക്കുന്ന സർക്കാരിന്റെ നയത്തെ പ്രതിപക്ഷം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. വീട്ടമ്മമാർ ചെയ്യുന്ന അമൂല്യമായ ഗാർഹിക ജോലികളുടെ എല്ലാം മൂല്യം കണക്കിലെടുത്ത് അവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഇത്തരമൊരു മഹത്തായ പദ്ധതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ആ പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ തകർക്കാൻ നോക്കുന്നത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പദ്ധതി നിർത്തിവെച്ചാണോ പരിശോധന നടത്തേണ്ടത്? പാവപ്പെട്ടവരുടെ വയറ്റുതടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് നയം അംഗീകരിക്കാൻ കഴിയില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പുലർത്തുന്ന അവ്യക്തതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിലും ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിലും പൂർണ്ണമായ സുതാര്യത മുൻ സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് സഭയെ ഓർമ്മിപ്പിച്ചു. പദ്ധതിക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 3 മാസമായി തുക വിതരണം ചെയ്യാത്തത് സർക്കാരിന്റെ ബോധപൂർവമായ അട്ടിമറിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ കടുത്ത അട്ടിമറി ആരോപണങ്ങൾക്ക് നിയമസഭയിൽ കൃത്യമായ തീയതികളും അക്കങ്ങളും നിരത്തിയാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത്. മുൻ ഭരണകൂടം യാതൊരുവിധ മുൻ തയ്യാറെടുപ്പുകളും നടത്താതെ കേവലം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി സഭയിൽ തുറന്നടിച്ചു. മുൻ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്ന സമയക്രമത്തെ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ പൂർണ്ണമായും ചോദ്യം ചെയ്തു. 2026 ഫെബ്രുവരി 11-നാണ് ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട തുക വിതരണവും നടക്കുന്നത്. തൊട്ടടുത്ത മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ ധൃതി പിടിച്ച നീക്കം. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ധനസഹായ വിതരണം ചെയ്യാൻ അനുമതി നൽകുന്നത് മാർച്ച് 16-ലാണ്. കൃത്യമായി അന്നേ ദിവസമാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഒരു മാനദണ്ഡവും പാലിക്കാതെ വോട്ട് തട്ടാൻ വേണ്ടി മാത്രമാണെന്ന് ഫണ്ട് അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗുണഭോക്താക്കളെ കണ്ടെത്തിയ രീതിയിൽ വലിയ തോതിലുള്ള അപാകതകൾ നടന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. പദ്ധതി സർക്കാർ പൂർണ്ണമായും അട്ടിമറിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തികച്ചും തെറ്റാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ UDF സർക്കാർ ബഡ്ജറ്റിൽ ഈ പദ്ധതിക്കായി 1770 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി പൂർണ്ണമായും വേണ്ടെന്ന് സർക്കാർ എവിടെയും തീരുമാനിച്ചിട്ടില്ല. ലിസ്റ്റിലുള്ള ക്രമക്കേടുകളെ കുറിച്ചുള്ള പരാതികൾ സമഗ്രമായി പരിശോധിച്ച ശേഷം മാത്രമേ തുക വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി സഭയിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കി. പദ്ധതിയുടെ അപേക്ഷകൾ കൃത്യമായി സുതാര്യത ഉറപ്പുവരുത്തുന്നതാണെന്ന് പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പദ്ധതി ഭാവിയിൽ തുടരുമോ ഇല്ലയോ എന്ന് അസന്നിഗ്ധമായി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും പാവപ്പെട്ട വീട്ടമ്മമാരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.